കുട്ടനാടിന്റെ ചരിത്രത്തിലേക്കാണ് ഈ മനുഷ്യൻ നടന്നു കയറുന്നത്. കുട്ടനാടിന്റെ ചരിത്രം ആലക്കൽ തറവാടിന്റെയും ചരിത്രമാണ്. കുശലം പറഞ്ഞും ചിരിച്ചും ഈ നാടിന്റെ ഹൃദയത്തിൽ ആലക്കൽ ഗോവിന്ദൻ സജീവ സാന്നിധ്യമാകുന്നു. മായ്ച്ചാലും മായാത്ത കാലത്തിന്റെ കയ്യൊപ്പുകളിൽ ഇയാൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഇനി അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ബാക്കിയില്ല. കുട്ടനാട്ട് ജനിച്ചു, കുട്ടനാട്ടുകാരനായി വളർന്നു. ഇനി ഈ നാടിന്റെ മണ്ണിലേക്ക് തന്നെ. അത്രയേ ഉള്ളൂ. കർമ്മമാണ് പുണ്യമെന്ന് ഇദ്ദേഹം മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കണം. കണ്ണത്താ ദൂരത്തോളം നീണ്ടുകിടന്ന ആലക്കൽ തറവാട്ടിലെ കൊയ്ത്തുപാടങ്ങളും തെങ്ങിൻ തോപ്പുകളും പുരയിടങ്ങളും ഇന്നില്ല. ഇവിടെ സ്കൂളും ആശുപത്രിയും കർഷക സംഘവുമെല്ലാം ആലക്കല മണ്ണിലാണ്. മണ്ണിനു വേണ്ടി മനുഷ്യൻ യുദ്ധം വരെ ചെയ്യുമ്പോൾ തനിക്കുള്ളതെല്ലാം നാടിനു വേണ്ടി സമർപ്പിച്ച് കുട്ടനാട്ടുകാർക്ക് അന്നവും അഭയവുമായി മാറിയ ആലക്കൽ ഗോവിന്ദന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് കുട്ടനാട് കേബിൾ വിഷന് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. കലക്കി ആശാനെ, ഇന്നിത് ആഘോഷിച്ചിട്ടെന്ന കാര്യം എല്ലാവർക്കും എന്റെ വക ചായ ഫ്രീ. ഫ്രീ ആക്കണ്ട സുലൈമാനെ, എന്റെ വക തന്നെ ആയിക്കോട്ടെ. അതാ ശരി, ഓരോ കടിയും കൂടെ ആയിക്കോട്ടെ സുലൈമാനെ. അതെ, നമ്മൾ കുറച്ചുപേര് ഈ ചായക്കടയിൽ ഇരുന്ന് ആഘോഷിച്ച് തീർക്കേണ്ട കാര്യമല്ല. ഇത് ഈ കുട്ടനാട്ടുകാർക്ക് മുഴുവൻ അഭിമാനിക്കാനുള്ള കാര്യമാണ്. ആന്റപ്പ പറഞ്ഞത് അതിന്റെ ശരി. എനിക്ക് മാത്രമായിട്ടൊന്നുമില്ല, നിങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഞാൻ ചിലതൊക്കെ പറഞ്ഞേ ഉള്ളൂ. ലോകത്തെവിടെ പോയാലും നമുക്കൊരു പേരേ ഉള്ളൂ, കുട്ടനാട്ടുകാരൻ. അത് മതി, അതിൽ അഭിമാനിക്കാൻ ഒരുപാട് വകയുണ്ട്.